ഹായ്, ഞാൻ നിങ്ങളെ സ്വന്തം D5. ഒരു വീഡിയോഗ്രാഫർക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒന്നാണ് ND ഫിൽറ്റർ. ഇതിപ്പോൾ വിപണിയിൽ ഇഷ്ടം പോലെ വിറ്റഴിക്കുന്ന ഒന്നാണ്. ഇത് H&Yയുടെ റിവോൾവിംഗ് റിംഗ് ആണ്. അതായത് ഏത് ലെൻസിലും നമുക്ക് മാറ്റി ഇടാം. ഒറ്റ ഫിൽറ്റർ മേടിച്ചാൽ മതി. സംഭവം അടിപൊളിയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഒരുപാട് ഉപകരണങ്ങൾ മേടിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ബാഡ് എക്സ്പീരിയൻസ് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും പുറത്ത് പറയാറില്ല. അപ്പോൾ ഇത് പുതിയതായിട്ട് ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നല്ലതാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു കമ്പനിയോ ഒരു ബ്രാൻഡിനോ ഒന്നും ഞാൻ മോശപ്പെട്ട് സംസാരിക്കുന്നതല്ല. വളരെ സിമ്പിളായിട്ട് പറയാം, ഞാൻ മേടിച്ച ഒരു ഉപകരണം അത് എനിക്ക് എത്രത്തോളം വെർത്തായി അല്ലെങ്കിൽ അത് ഫെയിൽ ആയെങ്കിൽ അത് മാത്രമേ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. ഈ സാധനം അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ഐറ്റമാണ്, മനസ്സിലായോ? ഇതിങ്ങനെ നമുക്കിങ്ങനെ ഫിൽറ്റർ ചെയ്ത് എല്ലാ ലെൻസിലും ഇടാം. പക്ഷേ ഇത് ഒരു ലെൻസിലും ഹോൾഡ് ചെയ്തിരിക്കുന്നില്ല. ഇത് താഴേക്ക് പോകണം. എൻ്റെ താഴേക്ക് പോയി നോക്കൂ, നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ ഫോൾട്ട് എന്ന് പറയുന്നത് ഏത് ലെൻസിൽ ഇട്ടാലും ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കും. നമ്മൾ ഉപയോഗിച്ച് നിൽക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് അടന്നു പോകും. അതായത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇത് ഫിറ്റ് ആവുന്നില്ല. ഇത് പലർക്കും സംഭവിക്കുന്നുണ്ട്. പലരുടെയും ഇത് താഴെ വീണ് പോകുന്നുണ്ട്. പൊട്ടാതിരിക്കുന്നത് ചിലരുടെയൊക്കെ ഭാഗ്യം കൊണ്ടായിരിക്കാം. എനിക്കിത് അത്യാവശ്യം ഡാമേജ് ആയി. എൻ്റെ ഒരു 15,000 രൂപ മാർക്ക് ഇട്ടിട്ടുണ്ട്. 2-3 വട്ടം താഴെ വീണ് അവസാനത്തെ വീഴ്ചയിൽ മൊത്തത്തിൽ ഡാമേജ് ആയി. അപ്പോൾ ഞാനിത് ഇവിടെ എക്സ്പീരിയൻസ് പറയാന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഒരു ഗുണമായിരിക്കും. ഇപ്പം നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇതിൻ്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എടുക്കാം. പക്ഷേ എനിക്കെന്ന് പറയുന്നത്, ഫോട്ടോഗ്രാഫി മേഖലയിൽ എന്ത് സാധനങ്ങൾ പുതിയത് ഞാൻ വാങ്ങിയാലും അതിനെന്തെങ്കിലും ഒരു സംഭവം പറ്റിയാൽ പുതിയതായിട്ട് വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഒരു ഇതായിരിക്കുമല്ലോ. യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതിനെക്കാളും നല്ല നമ്മുടെ വീഡിയോസ് നോക്കിയാൽ മതിയായിരിക്കുമല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിന് ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തിരിക്കത്തില്ല. താഴെ വീണത് പൊട്ടിപ്പോകുന്നുണ്ട്. വാങ്ങാൻ പോകുന്നവർക്ക് നിങ്ങൾക്ക് നിശ്ചയിക്കാം ഇത് വേണോ അതോ മറ്റേ സാധാരണ റിങ് പോലത്തത് വേണോ എന്നൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഇതൊരു കമ്പനിനെയും ഒരു ബ്രാൻഡിനെയും ഒന്നിനെയും നമ്മൾ പറയുന്നതല്ല. നമ്മൾ മേടിച്ച സാധനത്തിന്റെ ഒരു ഫോൾട്ട് പറയുന്ന അത്രേ ഉള്ളൂ. അങ്ങനെ അത് ഈ വീഡിയോ കണ്ടാൽ മതി. എനിവേ, താങ്ക് യു സോ മച്ച്.